2025 തുടക്കത്തിലെ തന്നെ കൃത്യമായും കോൺഗ്രസിനകത്ത് UDF എങ്ങനെയൊക്കെ സീറ്റ് വിഭജിക്കും എന്നുള്ള ധാരണയിലേക്ക് കൃത്യമായി എത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നിയമസഭാ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ UDFിലെ ഘടകകക്ഷികളുമായി ചേർന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് തയ്യാറാക്കുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം മുന്നേ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിച്ചേരാനാണ് UDFിൻ്റെ ഘടകകക്ഷികൾ ശ്രമിക്കുന്നത്. ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, അനൂപ് ജേക്കബ്, അതുപോലെ RSP തുടങ്ങിയ നിരവധി പാർട്ടികൾ ചേരുന്ന ഈ ഒരു സംവിധാനം ഏറെ മെച്ചമുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനകത്ത് ജോസഫ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന പ്രത്യാശ ഉണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് ക്ഷണിക്കാൻ ഒരു രീതിയിലും നേതാക്കളാരും താല്പര്യപ്പെടുന്നില്ല. ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് 8ആയി മടക്കി മടിക്കുത്തിന് താഴെ വയ്ക്കാൻ തന്നെയാണ് കൃത്യമായി കോൺഗ്രസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജോസ് കെ മാണിയെ UDFിൽ ആവശ്യമില്ല. ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ UDF എന്നേ പുറത്താക്കിയതാണ്. അതിനെ ഇനി മുന്നണിയിലേക്ക് എടുക്കേണ്ട തീരുമാനം ഇല്ല. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും UDF കഴിഞ്ഞ ഏറെക്കാലമായി സഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധത കൃത്യമായി മുതലാക്കാൻ KM മാണിയുടെ പാർട്ടിയെ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് കടുപ്പിച്ചിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ വല്ലാതെ അങ്ങ് തകർത്ത് കളയാമെന്നുള്ള ജോസ് കെ മാണിയുടെ പ്രത്യാശ ഇതോടെ തകർന്നിരിക്കുകയാണ്. അതേസമയം മാണി സി കാപ്പനെ നിലനിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. മാണി സി കാപ്പൻ UDFിൻ്റെ അഭിമാന ഘടകമാണ്. പാലായിൽ വെന്നിക്കൊടി പാറിച്ച മാണി സി കാപ്പനെ UDF പ്രത്യേകമായി സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ ഇനി ഒരു കാരണവശാലും UDFിലേക്ക് എടുക്കരുത് എന്നുള്ള തീരുമാനത്തിലാണ്. ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കുന്നവർ ലയിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ട അവർക്ക് സീറ്റ് കൂടുതൽ കൊടുക്കണമോ വേണ്ടിയോ എന്നുള്ളത് UDFിനകത്ത് ചർച്ച ചെയ്തതിന് ശേഷം പ്രത്യേകമായ തീരുമാനമെടുക്കും. ജോസഫ് ഗ്രൂപ്പിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ മുൻഗണന ഇത്തവണ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ തൊടുപുഴ MLA ആയിട്ടുള്ള PJ ജോസഫും കടുത്തുരുത്തി MLA ആയിട്ടുള്ള മോൻസ് ജോസഫും മാത്രമാണ് ജോസഫ് ഗ്രൂപ്പിൽ ഉള്ളതെങ്കിലും വലിയ തോതിലുള്ള ഒരു വിശാല മുന്നേറ്റം വളരെ വൈകാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിളും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി MLA N ജയരാജും കേരള കോൺഗ്രസ് എമ്മുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഈ വേളയിൽ അത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്രമേൽ സങ്കീർണമായി കഴിഞ്ഞിരിക്കുന്നു മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സ്വഭാവം. ഇനിയും അവർക്ക് അവിടെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി മുന്നണി വിടുക, അതല്ലെങ്കിൽ പാർട്ടി വിടുക എന്നൊരു സംവിധാനമല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷനില്ല. രണ്ടില വാടിക്കരിഞ്ഞിരിക്കുന്നു, ഉണങ്ങിയിരിക്കുന്നു, ദ്രവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ്റെ പരാജയത്തോടുകൂടി ജനങ്ങൾ അംഗീകരിച്ചതും ഇരുമുന്നണികളും യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുമാണ്. അതിനാൽ തന്നെ അത്തരം ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല എന്ന് UDF പറഞ്ഞിരിക്കുന്നു.